ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വാൾ ഡെക്കോറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്ത് മുൻപരിചയമില്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വാൾ ഡെക്കറാണ്. വലിയൊരു മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കാർഡ്ബോർഡാണ്. ഞാനിതിവിടെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ സെല്ലോ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ടേപ്പിൻ്റെ ഉൾഭാഗത്ത് കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 സെൻറ്റിമീറ്റർ ഉള്ളിലായിട്ട് നമുക്കൊരു റൗണ്ട് കൂടി വരയ്ക്കണം. ഇതുപോലെ വേണം വരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബാംബൂ സ്റ്റിക്കാണ്. ഞാനിതിവിടെ കുറച്ച് ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഏറ്റവും ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ആമസോണിലൊക്കെ ഉണ്ടാവും. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരറ്റം നല്ല ഷാർപ്പായിരിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് കൂർത്തതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് വേണം വാങ്ങിക്കാനായിട്ട്. ഈ ഒരു ബാംബൂ സ്റ്റിക്ക് തന്നെ 2 സൈഡും ഒരേ രീതിയിൽ ഷാർപ്പല്ലാതെ കട്ട് ചെയ്ത രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് പീസിലോട്ട് ബാംബൂ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സർക്കിളിലോട്ട് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് ടച്ച് ആവുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ വേണം ഒട്ടിക്കാനായിട്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് എല്ലാ ബാംബൂ സ്റ്റിക്കും ഒട്ടിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാംബൂ സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ എല്ലാ ബാംബൂ സ്റ്റിക്കിനും ഏകദേശം സെയിം അളവിൽ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ ഒരു ഗ്യാപ്പ് ഒരു വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. പല ബാംബൂ സ്റ്റിക്കിനും പല ഗ്യാപ്പായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബാംബൂ സ്റ്റിക്കും ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് എല്ലാ ബാംബൂ സ്റ്റിക്കും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു അക്രിലിക്കിൻ്റെ മിറർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മിറർ ഞാൻ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ റൗണ്ട് ടൈപ്പുള്ള മിററൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പം ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും. ഈ ഒരു ഷീറ്റ് ആകുമ്പം നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു സെറ്റായിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ആമസോണിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാനിത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിറർ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മിററിൻ്റെ എഡ്ജ് ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാനൊരു സ്റ്റോൺ വെച്ച് ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചുരിദാറിനും ബ്ലൗസിനും ഒക്കെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ചെയിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയിൻ നമുക്ക് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെയിൻ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ആ മിററിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരിയ രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയിൻ ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ് വന്നിട്ട് ആ ഒരു സ്റ്റോണിലോട്ടാവുകയും പിന്നെ ആ ഒരു സ്റ്റോണിന് ഷൈനിങ് നഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇതുപോലെ കറക്റ്റ് മിററിന് ചുറ്റുമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റോൺ ചെയിൻ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് ഹൗസ് ഒക്കെ പോലൊരു ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഇത് ആ ഒരു സ്റ്റോൺ ചെയിൻ നമ്മുടെ മിററിന് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വോൾ ഹാങ്ങിങ്ങിനെ ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മിററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ചുരിദാറിനൊക്കെ നമ്മൾ മിറർ വർക്കൊക്കെ ചെയ്യാറില്ലേ, ആ ഒരു മിററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിറർ നമുക്ക് ബാംബൂ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാംബൂ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് അളവോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു മിറർ ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ അധികം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ആ ഒരു മിറർ ഒട്ടാൻ തക്കവണ്ണം മാത്രം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് മിററൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ നമ്മുടെ സെൻറ്ററിൽ ഒട്ടിച്ച അക്രിലിക് മിറർ ഷീറ്റിൻ്റെ സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു അക്രിലിക് മിറർ ഷീറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ അവസാനം ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഗമ്മ് ഇതിലോട്ട് വീണിട്ട് ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അവസാനം ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊന്ന് ഹാങ് ചെയ്യാനായിട്ട് ഞാനിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ത്രെഡ് കൊണ്ടൊരു ഹൂക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ത്രെഡ് പെട്ടെന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഞാനൊരു പേപ്പറിൻ്റെ പീസ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അത്ര വലിയ ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലുള്ള വോൾ ഹാങ്ങിങ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും അടിപൊളി വോൾ ഹാങ്ങിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.